സെന്റ് തോമസ് മുൻഷിയുടെ അരങ്ങിലും അണിയറയിലും പ്രവർത്തിച്ചവർ. ഓൺ സ്റ്റേജ് ജോഷി എബ്രഹാം, ബിജു വെള്ളൂർ, സാമുൽ മാത്യു, ജേക്കബ് ടി എബ്രഹാം, ബിനു തോമസ്, ബിജു വർഗീസ്, അരുൺ ടി ലാലു, സജി വർഗീസ് സാമുൽ, Abraham Stephen. Recording Alexander. Editing Ashish Kurian Matthew. Script and direction Biju Vellur. Dubbing artist Mr. Baby Kuti, Justin, Ben Jacob. സെന്റ് തോമസ് മുൻഷി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വഴുതന ആർട്സ് ആൻഡ് കൾച്ചറൽ ഫോറം സാൽമിയ. സാറേ അറിഞ്ഞായിരുന്നോ നമ്മുടെ പപ്പനാപുരം കൊട്ടാരത്തിലെ നിലവറകളൊക്കെ തുറന്നെന്ന്? എടാ കൊച്ചനെ, തുറന്നു എന്നല്ല, ഇനിയും ഏതൊക്കെ തുറക്കാനിരിക്കുന്നു എന്നതാ കാര്യം. ദാണ്ടേ ഇപ്പൊ തന്നെ മമ്മൂക്കാന്റെയും മോഹൻലാൽ മോൻ്റെയും നിലവറകളും തുറന്നു. സംഭവാമി യുഗേ യുഗേ. എന്നാലും എൻ്റെ കറിയാച്ച, ലോകത്തിലെ ഏറ്റവും വലിയ നിധിശേഖരം നമ്മുടെ കൊച്ചു കേരളത്തിലെന്ന് പറയുന്നതും ഇത്രയും കാലം ഇത് രഹസ്യമായി വെച്ചിരുന്നതും വലിയ കാര്യമല്ലയോ? സാറേ ഇനിയും കുറെ നിലവറകൾ കൂടി തുറന്നാൽ നമ്മൾ ഗിന്നസ് ബുക്കിൽ കയറുമല്ലയോ? തള്ളേ, ഈ ഗിന്നസ് ബുക്ക് അസീസിയായാലോ സക്കീനായാലോ കിട്ടുവണ്ണ? ഒന്ന് മേടിച്ച് വായിക്കാൻ. ഇത്രയും നിധി അവിടെ എന്താ കുമിഞ്ഞുകൂടിയെന്നറിയാമോ സാറേ? പണ്ടൊക്കെ രാജഭരണകാലത്ത് സ്ത്രീകൾ മാറുമറച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ഇത്ര പൊൻപണം, ആണുങ്ങൾ മീശ വെച്ചോട്ടെ എന്ന് ചോദിച്ചാൽ ഇത്ര പൊൻപണം. അതായിരുന്നു രീതി. അപ്പൊ ഇതോടുകൂടി കേരളത്തിന്റെ ദാരിദ്ര്യം മാറിയെന്ന് കരുതാമോ? പൊതുജനങ്ങൾക്ക് ഈ തുക വീതിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് പ്രയോജനമുള്ള രീതിയിൽ സർക്കാർ ഈ തുക വിനിയോഗിക്കണം. മാവേലി നാട് വാണിരുന്നത് പോലെ ഒരു കാലം നമുക്കും സ്വപ്നം കാണാമോ കറിയാച്ച? സ്വപ്നം കാണാനൊക്കെ വരട്ടെ സാറേ, ഇതൊക്കെ ജനങ്ങൾക്ക് തന്നെ കിട്ടണമെന്ന് എന്താ ഇത്ര വാശി? ജനങ്ങളെ ഭരിക്കുന്നവർക്കോ അവരുടെ പ്ലഗുകൾക്കോ വീതിച്ചു കൊടുത്താൽ പോരെ? പുളിക്കുവോ? ബാക്കിയുള്ളവനല്ലയോ ഈ നാടിനെ താങ്ങി നിർത്തുന്നത്? ഹലോ, അതെ, അങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. ജനങ്ങളുടെ പണം ജനങ്ങൾക്ക് തന്നെ കിട്ടണം. സുപ്രീം കോടതിയുടെ വിധിയൊന്ന് വന്നോട്ടെ, അപ്പോൾ കാണാം. കൂടുതൽ കളിച്ചാലേ ഞങ്ങളങ്ങ് ഡൽഹിയിൽ നിന്ന് അണ്ണാ ഹസാറെ അണ്ണനെ ഒന്നുകൂടെ തിഹാർ ജയിലിൽ ഇട്ടേച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കെട്ടിയെടുക്കും, അടുത്ത സത്യാഗ്രഹം തുടങ്ങാൻ. പുള്ളിക്ക് ആഹാരത്തോട് പൊതുവേ അലർജിയാ ഹാജിയാരെ. അല്ല പിന്നെ, അല്ലെങ്കിൽ ആ ചുരിദാറിട്ട് നടക്കുന്ന സ്വാമി ബാബയായാലും മതി. അങ്ങേർക്കാണെങ്കിൽ തുണിയോടാ അലർജി. പിന്നെ പുള്ളേ, പള്ളി തൊട്ട് കളിക്കല്ലേ, ക്ഷേത്രം വേറെ പള്ളി വേറെ എന്ന്. എൻ്റെ റബ്ബേ, ഇനി എവിടെ ഏതൊക്കെ നിലവറകളാ തുറക്കാനിരിക്കുന്നേന്ന് ഞമ്മക്ക് കാത്തിരുന്ന് കാണാം. തള്ളേ, ഈ റേഷൻ കാർഡും കൊണ്ട് ചെന്നാൽ നിലവറയുടെ വീതം കിട്ടുവണ്ണ. കോഴിക്ക് തീറ്റി കൊടുക്കാൻ പോലും കൈ കാശില്ല. ദൈവത്തിന്റെ പേരിൽ കലവറകളിൽ ധനം കുമിഞ്ഞു കൂടുന്നതിനെ കുറിച്ച് നമ്മൾ തർക്കിക്കണ്ട. ഇതേ ജനങ്ങൾ സ്വമനസ ദൈവത്തിന് കൊടുത്ത കാശ. നിങ്ങളുടെ പുസ്തകത്തിൽ പറഞ്ഞ പോലെ സീസർക്കുള്ളത് സീസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും. ഏത് പീലീലയുടെ ജ്ഞാനപ്പാന കേട്ടിട്ടുണ്ടോ? ജ്ഞാനപ്പാനയുടെ ബാക്കി ഞാൻ പറയാം. കണ്ടിരിക്കും ജനങ്ങളെ കണ്ണിൽ നിന്ന് നടിക്കുന്നതേ ഇവിടുത്തെ രാഷ്ട്രീയക്കാരാ. ഇവന്മാർക്ക് ഇടിച്ചു നിരത്താൻ മാത്രം അറിയാം, കുടിയേറാൻ അറിയത്തില്ല. ഉറച്ചു തീരുമാനങ്ങൾ എടുക്കാനുള്ള ഗട്സ് ഇല്ലെന്നേ. കവടിയെ കണിയാരെയും പേടിയാ.
അത് പോട്ടെ പ്രസിഡന്റ്, നമുക്ക് പ്രാദേശിക സ്ഥിതിവിശേഷങ്ങൾ സംസാരിക്കാം. ഈ പള്ളിയും പട്ടക്കാരനും കുർബാനയും ഒന്നുമില്ലാതെ ഇവിടുത്തെ വിമത മാർത്തോമക്കാർ എത്രയും കാലം പിടിച്ചു നിൽക്കും? എന്നാ പിന്നെ ഇവർക്കൊരു പാർട്ടി ഉണ്ടാക്കി പ്രവാസികളുടെ പ്രശ്നങ്ങളെ പറ്റി പഠിക്കരുതോ എന്ന്? ബക്കറ്റ് പിരിവ് ഞാൻ ഏറ്റു. മുസീബത്ത് മുസീബത്ത്, ഈ കളി തുറന്ന ഞമ്മക്ക് നിങ്ങളുടെ ജാതിയെ പറ്റിയുള്ള മതിപ്പാ പോവുക കേട്ടോ. നിങ്ങളുടെ സ്വന്തക്കാർ തന്നെ നിങ്ങൾക്ക് എതിരെ പറഞ്ഞ, അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ കേന്ദ്രത്തിലും ആരോഹണത്തിന് ആഗതനായിരുന്നില്ല എന്ന് കേട്ട് കൂടുതലൊന്നും പറയാതിരിക്കാ ഭേദം. അലാക്കിൻ്റെ അവലും കഞ്ഞി. തള്ളേ, ഇപ്പോഴത്തെ ഞങ്ങളുടെ വലിയ മെത്രാന് വെട്ടിയതാ, അല്ലാതെ ഒരുമാതിരി വളവളാ നല്ലെണ്ണ. ബോബിയച്ചൻ പറഞ്ഞ പോലെ ബിഫോർ പെയിൻ എവറി വൺ ഈസ് എ ലോൺ ക്രീച്ചർ. സ്വാർത്ഥത കൊണ്ടോ അഹംഭാവം കൊണ്ടോ സ്വന്തം നിലവറകളെക്കുറിച്ച് ആരും പറയുന്നില്ലല്ലോ. സ്വയം നന്നാകാൻ ആരും ശ്രമിക്കുന്നില്ല. സ്വന്തം തെറ്റുകൾ ആരും കാണുന്നില്ല. നമ്മുടെയൊക്കെ മസിലിനല്ല പെയിൻ, മനസ്സിനാണ്. ഞാൻ പറയുന്നത് മനസ്സിലായോ തിരുമേനി? പെയിൻ മാറണേലേ ഈ നിലവറകള് തുറന്നാ പോരാ. നമ്മുടെ രാജ്യത്തെ മതമൗലികവാദികൾ ഭജനയിരിക്കുന്ന തലസ്ഥാനത്തെ കേന്ദ്രങ്ങളിലെ നിലവറകൾ തുറക്കണം. പിന്നെ സാറ് പറഞ്ഞതുപോലെ സ്വന്തം മനസ്സിന്റെ നിലവറകളാ ആദ്യം തുറക്കണ്ടേ. സാറേ, ഈ നിലവറകളെല്ലാം തുറന്നു തീർന്നിട്ട് സ്കൂൾ തുറന്നാൽ മതിയായിരുന്നു. ഈ സ്കൂളിനകത്തൊന്നും നിലവറകളില്ലയോ സാറേ? എന്തായാലും ഞങ്ങളുടെ തിരുവല്ലായിലുള്ള പുലാത്തീൻ അരമനയുടെ നിലവറകൾ തുറക്കാൻ ഞങ്ങൾ എപ്പോഴേ റെഡി. ക്ഷേത്രത്തിലെ തിരുമേനി, ഞങ്ങളുടെ ക്രിസോസ്റ്റമോ, ഇപ്പം കണ്ണാടി പോലും വേണ്ടാതെ കാര്യങ്ങൾ നടത്തുന്ന സഫർഗനോ ആയിരുന്നെങ്കിൽ ജാതിഭേദം മതദ്വേഷമില്ലാതെ പൊതുജനങ്ങൾക്കായി ഏത് നിധിശേഖരവും എപ്പം വീതിച്ചു കൊടുത്തെന്ന് ചോദിച്ചാൽ മതി. വിധിയെ തടുക്കാൻ വില്ലേജ് ഓഫീസർക്ക് പോലും കഴിയില്ല. നമ്മുടെ പ്രതീക്ഷകൾ തെറ്റിക്കാതെ സെന്റ് തോമസ് മുൻഷി ഒരിക്കൽ കൂടി ഗംഭീരമാക്കിയ മുൻഷി ടീമിന് ഒരിക്കൽ കൂടി അഭിനന്ദനങ്ങൾ.